ഗണേശായ നമഃ. നമസ്കാരം. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനലിൻ്റെ ഇന്നത്തെ രാശിഫല പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഗ്രഹങ്ങളുടെ ചലനങ്ങൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് അറിയാൻ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്നാൽ അതിനു മുമ്പ് ഇന്നത്തെ ശുഭകരമായ പഞ്ചാംഗം നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ ഈ ആത്മീയ കുടുംബത്തിൻ്റെ ഭാഗമാകാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളോ ജയ് ശ്രീറാം എന്നോ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഇന്ന് വെള്ളിയാഴ്ച 2026 ജൂലൈ 3. ഇന്ന് ആഷാഢ മാസത്തിലെ കൃഷ്ണപക്ഷ തൃതീയ തിഥിയാണ്. തൃതീയ തിഥി ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനും ഐശ്വര്യത്തിനും വളരെ ഉത്തമമാണ്. ഇന്ന് തിരുവോണം നക്ഷത്രമാണ്. ഇത് നിങ്ങളുടെ കർമ്മങ്ങളിൽ വിജയം നൽകുന്നു. വൈകുന്നേരം 5 മണി വരെ വിഷ്കംഭ യോഗമുണ്ട്. ഇന്ന് സൂര്യോദയം രാവിലെ 5:45 സൂര്യാസ്തമയം വൈകുന്നേരം 7:17 രാവിലെ 10:50 മുതൽ ഉച്ചയ്ക്ക് 12:31 വരെ രാഹുകാലമായതിനാൽ ഈ സമയത്ത് പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നത് ഒഴിവാക്കുക. ഇന്നത്തെ ഏറ്റവും ശുഭകരമായ അഭിജിത്ത് മുഹൂർത്തം ഉച്ചയ്ക്ക് 12:04 മുതൽ 12:58 വരെ ആയിരിക്കും. നമ്മുടെ ഈ താരസിതാര കുടുംബം വളരാനും കൂടുതൽ നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കാനും നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമാണ്. സ്ക്രീനിൽ കാണുന്ന QR കോഡ് വഴി നിങ്ങൾക്ക് കഴിയുന്ന ഒരു ചെറിയ തുക സംഭാവന ചെയ്ത് ഞങ്ങളെ സഹായിക്കാം. ഒരു ചെറിയ സഹായം പോലും ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ്. ഇത് നിർബന്ധമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും മാത്രം മതി ഞങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ഈശ്വരനാമത്തിൽ ഇന്നത്തെ രാശിഫലത്തിലേക്ക് കടക്കാം. പ്രിയപ്പെട്ട മേടം രാശിക്കാരെ, ചന്ദ്രൻ മകരം രാശിയിലേക്ക് മാറുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു മികച്ച നിമിഷമാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനും ജീവിതത്തിൽ കൂടുതൽ കരുത്താർജിക്കാനും ലഭിക്കുന്ന സുവർണാവസരമാണിത്. നിങ്ങൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ കരിയർ വളർത്താനും പുതിയ ഉയരങ്ങൾ കീഴടക്കാനും സഹായിക്കുന്ന നിരവധി അവസരങ്ങൾ ഇന്ന് നിങ്ങളെ തേടിയെത്തും. നിങ്ങളുടെ മുന്നിലെത്തുന്ന മാറ്റങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുക. ഇന്ന് നിങ്ങൾക്ക് വളരെ മികച്ച ദിവസമാണ്. അതിനാൽ മുടങ്ങിക്കിടക്കുന്ന ഏത് പദ്ധതികളും ഇന്ന് തന്നെ ആരംഭിക്കാവുന്നതാണ്. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ കടും ചുവപ്പ് നിറം ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകും. വൈകുന്നേരം 6 മണി മുതൽ 7 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. പരിഹാരം: ഇന്ന് കുറച്ചു സമയം പ്രകൃതിയോടൊപ്പം ചെലവഴിക്കുക. ഇത് നിങ്ങൾക്ക് വലിയ മാനസിക ഉന്മേഷം നൽകും. പ്രിയപ്പെട്ട ഇടവം രാശിക്കാരെ, മകരം രാശിയിലൂടെയുള്ള ചന്ദ്രൻ്റെ സംക്രമണം നിങ്ങളെ പുതിയതും ആവേശകരവുമായ അനുഭവങ്ങൾക്കായി ഒരുക്കുന്നു. കുടുംബത്തോടൊപ്പം ഒരു ചെറിയ യാത്ര പോകാൻ ഇന്നത്തെ ദിവസം വളരെ അനുയോജ്യമാണ്. നിങ്ങളുടെ കുടുംബത്തിന് ഈ സമയം ഒരു അനുഗ്രഹമായിരിക്കും. അത് നിങ്ങളിലും വലിയ പോസിറ്റീവ് മാറ്റങ്ങൾ കൊണ്ടുവരും. ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. കാരണം കുടുംബത്തോടൊപ്പം ഇത്രയും സന്തോഷകരമായി സമയം ചെലവഴിക്കാൻ ലഭിക്കുന്ന അവസരങ്ങൾ എപ്പോഴും ഉണ്ടാകണമെന്നില്ല. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം ലാവെൻഡർ നിറം നിങ്ങളുടെ മനസ്സിനെ ഉന്മേഷഭരിതമാക്കാനും നെഗറ്റീവ് ഊർജത്തെ അകറ്റാനും സഹായിക്കും. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ ഇന്ന് ഉച്ചയ്ക്ക് 4:20 മുതൽ വൈകുന്നേരം 6:20 വരെയുള്ള സമയം വളരെ നല്ലതാണ്. ഈ വർഷം രാഹുവിൻ്റെ സ്വാധീനം ശക്തമായതിനാൽ മാനസിക സമാധാനത്തിനും സ്ഥിരതയ്ക്കും വേണ്ടി ഒരു രത്നമോ അല്ലെങ്കിൽ രക്ഷാകവചമോ കൂടെ കരുതുന്നത് നല്ലതാണ്. പരിഹാരം: ഇന്ന് അല്പം വിശ്രമിക്കുകയും മനസ്സിന് ശാന്തി നൽകുകയും ചെയ്യുക. പ്രിയ മിഥുനം രാശിക്കാരെ, നിങ്ങളുടെ തിരക്കേറിയ ദൈനംദിന ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. മകരം രാശിയിലൂടെയുള്ള ചന്ദ്രന്റെ സംക്രമണം പുതിയതും ആവേശകരവുമായ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. ഇത് നിങ്ങളുടെ വിരസമായ ദിനചര്യയിൽ നിന്ന് ഒരു ചെറിയ ഇടവേള നൽകും. ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ നിങ്ങൾ അല്പം വ്യത്യസ്തമായി ചിന്തിക്കേണ്ടതുണ്ട്. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിർദ്ദേശിക്കുന്നത് അനുസരിച്ച് ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം ചെയ്യാൻ ശ്രദ്ധിക്കുക. ഭാവിയിൽ മികച്ച ഫലങ്ങൾ ലഭിക്കുന്നതിനായി നിങ്ങളുടെ പ്രധാനപ്പെട്ട ജോലികൾ വളരെ ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്യുക. ഇന്ന് ഉച്ചയ്ക്ക് 1 മണി മുതൽ
1:45 വരെയുള്ള സമയമാണ് നിങ്ങൾക്ക് ഏറ്റവും അനുകൂലം. ഇളം പച്ച നിറം ധരിക്കുന്നത് നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരികയും പോസിറ്റീവ് ഊർജം ആകർഷിക്കുകയും ചെയ്യും. വ്യാഴം ഗ്രഹത്തിന്റെ സ്വാധീനത്താൽ 2026-ൽ നിങ്ങളുടെ വളർച്ചയുടെ പാത വികസിക്കും. അതിനാൽ മനസ്സിന്റെ വ്യക്തതയ്ക്കായി ധ്യാനിക്കുന്നത് ഉത്തമമായ പരിഹാരമാണ്. പ്രിയപ്പെട്ട കർക്കടകം രാശിക്കാരെ, ചന്ദ്രൻ മകരം രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ദേഷ്യം വരാൻ സാധ്യതയുണ്ട്. ഇന്ന് നിങ്ങളുടെ തർക്കങ്ങൾ ഒഴിവാക്കി സംയമനം പാലിക്കുന്നത് വളരെ പ്രധാനമാണ്. നിങ്ങളെ അസ്വസ്ഥരാക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ അവയെ പക്വതയോടെ കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കുക. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം ദേഷ്യത്തിന് വഴങ്ങുന്നത് പ്രശ്നങ്ങൾ വഷളാക്കുകയും മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളെ അകറ്റുകയും ചെയ്യും. അതിനാൽ ശാന്തമായിരിക്കാനും മനസ്സിന് ആശ്വാസം നൽകാനും ശ്രമിക്കുക. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ജ്യോതിഷികൾ നിർദ്ദേശിക്കുന്നത് മികച്ച ഫലങ്ങൾക്കായി വൈകുന്നേരം 7 മണി മുതൽ രാത്രി 8 മണി വരെയുള്ള സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക എന്നതാണ്. ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്ന നിറം ചുവപ്പാണ്. വ്യാഴം നിങ്ങളുടെ വ്യക്തിപരമായ വളർച്ചയ്ക്ക് വഴിയൊരുക്കുന്നതിനാൽ നിങ്ങളുടെ ചിന്തകളെ ഏകോപിപ്പിക്കാനും വൈകാരികമായ സന്തുലിതാവസ്ഥ കൈവരിക്കാനും പ്രാർത്ഥനകളോ ധ്യാനമോ സഹായിക്കും. പ്രത്യേക പരിഹാരം: പഴയ സുഹൃത്തുക്കളെ കണ്ട് സംസാരിക്കുക. പ്രിയ ചിങ്ങം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ മകരം രാശിയിലൂടെ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങളുടെ സ്വഭാവത്തിൽ അല്പം ദേഷ്യം വരാൻ സാധ്യതയുണ്ട്. അതിനാൽ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ പെട്ടെന്ന് പ്രകോപിതരായേക്കാം. നിങ്ങൾ എത്രത്തോളം അസ്വസ്ഥനാണെങ്കിലും ജോലിസ്ഥലത്തോ മറ്റെവിടെയെങ്കിലും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ശാന്തത പാലിക്കുകയും നിങ്ങളുടെ ജോലികളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുകയും ചുറ്റുമുള്ളവരുമായി നല്ല ബന്ധം പുലർത്തുകയും ചെയ്താൽ ദിവസാവസാനം നിങ്ങൾക്ക് വലിയൊരു ആശ്വാസം ലഭിക്കും. മനസ്സിന് ശാന്തി ലഭിക്കാൻ ധ്യാനത്തിൽ ഏർപ്പെടാൻ താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിർദ്ദേശിക്കുന്നു. ഇന്ന് രാവിലെ 7 മണി മുതൽ 9 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്ന നിറം കടും നീലയാണ്. ഈ വർഷം രാഹുവിൻ്റെ സ്വാധീനം ശക്തമായതിനാൽ സംരക്ഷണത്തിനായി ഒരു രക്ഷാകവചം കൈവശം വയ്ക്കുകയോ ധരിക്കുകയോ ചെയ്യുക. ഇന്നത്തെ പരിഹാരം: ഒരു നല്ല പുസ്തകം വായിക്കുക. പ്രിയ കന്നി രാശിക്കാരെ, ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ മികച്ച അവസരങ്ങളും പ്രയോജനപ്പെടുത്തേണ്ട ദിവസമാണ്. നിങ്ങൾ ചെയ്ത ഏതെങ്കിലും നല്ല പ്രവൃത്തിയുടെ ഫലം നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കാൻ പോകുന്നു. അത് നിങ്ങളുടെ നിസ്വാർത്ഥമായ പ്രവൃത്തിയോ അല്ലെങ്കിൽ നിങ്ങൾ ജോലിയിൽ കാണിച്ച കഠിനാധ്വാനമോ ആകാം. എന്നാൽ നിങ്ങളുടെ കർമ്മങ്ങളുടെ ഫലം നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കും. ഈ പ്രതിഫലം അപ്രതീക്ഷിതമാണെന്നത് ഇതിനെ കൂടുതൽ സവിശേഷമാക്കുന്നു. മകരം രാശിയിലെ ചന്ദ്രൻ്റെ സ്വാധീനം നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ കൊണ്ടുവരുന്നു. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിർദ്ദേശിക്കുന്നത് പോലെ ഈ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചക്രവാളങ്ങൾ വികസിപ്പിക്കുകയും ചെയ്യുക. വെള്ള നിറം പോസിറ്റീവ് എനർജി ആകർഷിക്കാൻ സഹായിക്കും. കൂടുതൽ നേട്ടങ്ങൾക്കായി വൈകുന്നേരം 6 മണി മുതൽ 7 മണി വരെ പ്രധാനപ്പെട്ട ജോലികൾ ചെയ്യാൻ ശ്രമിക്കുക. ഈ വർഷത്തെ ശനിയുടെ ശക്തമായ സ്വാധീനം കുറയ്ക്കാൻ ഒരു രത്നം അല്ലെങ്കിൽ പ്രത്യേക വസ്തു ധരിക്കുന്നത് നല്ലതാണ്. പരിഹാരം: ഇന്ന് ഒരു പുതിയ ഹോബി തുടങ്ങാൻ ശ്രമിക്കുക. പ്രിയ തുലാം രാശിക്കാരെ, മകരം രാശിയിലെ പൂർണ്ണചന്ദ്രൻ്റെ സ്വാധീനം മൂലം നിങ്ങൾക്ക് ഇന്ന് അല്പം അസ്വസ്ഥതയും അക്ഷമയും അനുഭവപ്പെടാം. കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നടന്നില്ലെങ്കിൽ അമിതമായി ഉത്കണ്ഠപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിഷേധാത്മകമായ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ജീവിതത്തിലെ നല്ല വശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം ജീവിതത്തിൽ പോസിറ്റീവായ ഊർജം ആകർഷിക്കാൻ വെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഏറ്റവും ഉചിതമാണ്. ഏത് പ്രധാന കാര്യവും മികച്ച മാനസികാവസ്ഥയിൽ ചെയ്യാൻ വൈകുന്നേരം 6 മണി മുതൽ 7 മണി വരെയുള്ള സമയം തിരഞ്ഞെടുക്കുക. ശനിയുടെ ശക്തമായ സ്വാധീനത്തെ സന്തുലിതമാക്കാൻ ഒരു പ്രത്യേക രത്നം ധരിക്കുന്നത് ഗുണകരമാകും. പരിഹാരം: ദിവസവും വ്യായാമം ചെയ്യുക. പ്രിയപ്പെട്ട വൃശ്ചികം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ മകരം രാശിയിലാണ് സഞ്ചരിക്കുന്നത്. സ്വന്തമായി ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്.
മറ്റുള്ളവർ അവരുടെ വഴികളിലും തീരുമാനങ്ങളിലും ഉറച്ചു നിൽക്കുമ്പോൾ. നിങ്ങൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നതിനേക്കാൾ സ്വന്തം മനസാക്ഷിയെ അനുസരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം വൈകാരികമായോ തൊഴിൽപരമായോ ഉള്ള കാര്യങ്ങളിൽ റിസ്ക് എടുക്കാൻ നിങ്ങൾ ഒരിക്കലും മടിക്കാറില്ല. നിങ്ങൾ നിങ്ങളുടെ ഉൾവിളികളെ പിന്തുടരുകയും ആരുടെയും സ്വാധീനത്തിന് വഴങ്ങാതെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങൾ ഈ പാതയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ആശയങ്ങളെ പരിഹസിച്ചവർ പോലും നിങ്ങൾ വെട്ടിത്തുറന്ന വഴി പിന്തുടരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ വർഷം ശനിയുടെ തീവ്രമായ സ്വാധീനമുള്ളതിനാൽ വൈകാരികമായ ഐക്യം വർദ്ധിപ്പിക്കുന്നതിനായി ഒരു വിശുദ്ധ വസ്തുവോ രത്നമോ കൈവശം വെക്കുന്നത് നല്ലതാണ്. പരിഹാരം: മനസ്സിന് കുളിർമയേകുന്ന സംഗീതം കേൾക്കുക. പ്രിയപ്പെട്ട ധനുരാശിക്ക് മകരം രാശിയിലെ ചന്ദ്രന്റെ സ്ഥാനം നിങ്ങളെ അല്പം അരക്ഷിതരാക്കിയേക്കാം. ഇത് നിങ്ങളെ പെട്ടെന്ന് പിന്മാറാൻ പ്രേരിപ്പിച്ചേക്കാം. എന്നാൽ പിന്മാറുന്നതിന് പകരം പൂർണ്ണ ശക്തിയോടെ വീണ്ടും പരിശ്രമിക്കാൻ ശ്രമിക്കുക. ജീവിതത്തിൽ തടസ്സങ്ങളും ചെറിയ തിരിച്ചടികളും സ്വാഭാവികമാണ്. എന്നാൽ വിജയത്തിന് ശുഭാപ്തി വിശ്വാസവും സ്ഥിരോത്സാഹവും അത്യന്താപേക്ഷിതമാണ്. നല്ല മനോഭാവം നിലനിർത്തുകയും നിങ്ങളുടെ ഇച്ഛാശക്തി ഉപയോഗിക്കുകയും ചെയ്താൽ ജീവിതത്തിലെ ഏത് പ്രശ്നത്തെയും നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും. ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്ന നിറം ലൈം ഗ്രീൻ അഥവാ നാരങ്ങ പച്ചയാണ്. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം ഉച്ചയ്ക്ക് 12 മണി മുതൽ 4:30 വരെയുടെ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ഈ വർഷം വ്യാഴം ഗ്രഹം അവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനാൽ ഒരു ശുഭചിഹ്നം അല്ലെങ്കിൽ വസ്തു നിങ്ങളുടെ കൂടെ കരുതുക. പരിഹാരം: ദിവസവും നന്ദി പ്രകടിപ്പിക്കാൻ ശീലിക്കുക. പ്രിയപ്പെട്ട മകരം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ നിങ്ങളുടെ രാശിയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ജ്യോതിഷികളുടെ ഉപദേശമനുസരിച്ച് ഇന്ന് നിങ്ങളുടെ ക്ഷമയും നിശ്ചയദാർഢ്യവും പരമാവധി നിലനിർത്തുക. ചെറിയ തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്നത് നിങ്ങളെ അല്പം നിരാശപ്പെടുത്തിയേക്കാം. ഈ തടസ്സങ്ങൾ ഒഴിവാക്കാൻ നിങ്ങൾ നടത്തിയ കഠിനാധ്വാനത്തിന്റെ ഫലം ഇന്ന് നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കും. നിസ്സാരമായ കാര്യങ്ങളെക്കുറിച്ച് പരാതിപ്പെടാതെ വലിയ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കാരണം അന്തിമഫലമാണ് പ്രധാനം. സാഹചര്യങ്ങളെ നയപരമായി കൈകാര്യം ചെയ്യുക. അനാവശ്യമായ തർക്കങ്ങൾ ഒഴിവാക്കുക. കാരണം ഇത് വരും ദിവസങ്ങളിൽ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. ഈ വർഷം രാഹുവിന്റെ സ്വാധീനം മൂലം ഊർജത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. അതിനാൽ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഒരു പ്രത്യേക പ്രതിവിധി ചെയ്യുന്നത് നല്ലതാണ്. പരിഹാരം: സമ്മർദ്ദമുണ്ടാക്കുന്ന സംഭാഷണങ്ങൾ ഒഴിവാക്കുക. നമസ്കാരം കുംഭം രാശിക്കാരെ, മകരം രാശിയിലൂടെയുള്ള ചന്ദ്രന്റെ സഞ്ചാരം നിങ്ങളുടെ ദീർഘകാലമായി കാത്തിരുന്ന ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ പറ്റിയ ഒരു നല്ല നിമിഷമാണ്. ദിവസത്തിൻ്റെ തുടക്കം അല്പം നിരാശയോടെയാണെങ്കിലും ദിവസം അവസാനിക്കുന്നത് വലിയൊരു നേട്ടത്തിൻ്റെ സംതൃപ്തിയോടെയായിരിക്കും. നിങ്ങളുടെ ക്ഷമയും നിശ്ചയദാർഢ്യവും ചുറ്റുമുള്ള ആളുകളിൽ വലിയ സ്വാധീനം ചെലുത്തും. തടസ്സങ്ങളും വെല്ലുവിളികളും വഴിമാറിപ്പോകും. നിങ്ങൾക്ക് തോന്നുന്നത് തുറന്നു പറയാൻ ഇന്ന് സാധിക്കും. നിങ്ങളുടെ ആകർഷണീയതയിൽ ആളുകൾ മതിമറക്കും. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം ഇന്ന് അവിവാഹിതർക്ക് ആകർഷകമായ ഒരാളെ കണ്ടുമുട്ടാൻ യോഗമുണ്ട്. ഒരു റൊമാൻറ്റിക് ഡേറ്റിനായി വൈകുന്നേരം 5:45 മുതൽ 7:45 വരെയുള്ള സമയം തിരഞ്ഞെടുക്കുക. കുംഭം രാശിഫലം അനുസരിച്ച് കടും പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരും. ശനി നിങ്ങളുടെ ദീർഘകാല പരിശ്രമങ്ങളെ സ്വാധീനിക്കുന്നതിനാൽ സമർപ്പണം വർദ്ധിപ്പിക്കാൻ ധ്യാനം അല്ലെങ്കിൽ പ്രാർത്ഥനകൾ ശീലിക്കുക. പരിഹാരം: കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക. പ്രിയ മീനം രാശിക്കാരെ, മകരം രാശിയിലൂടെയുള്ള ചന്ദ്രന്റെ സഞ്ചാരം കാരണം ഇന്ന് നിങ്ങളുടെ മാനസികാവസ്ഥയിൽ മാറ്റങ്ങൾ അനുഭവപ്പെടാം. ഇത് കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അല്പം പ്രയാസകരമാക്കിയേക്കാം. ഈ സമയത്ത് നിങ്ങൾ സ്വയം നിയന്ത്രിക്കാനും കാര്യങ്ങൾ കൃത്യമായി ക്രമീകരിക്കാൻ ശ്രദ്ധിക്കണം. സ്വന്തം കഴിവുകളിൽ വിശ്വാസമർപ്പിക്കുക. എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുക. സ്വയം ക്ഷമിക്കാനും മറ്റുള്ളവരോട് ക്ഷമിക്കാനും പഠിക്കുക. കാരണം ആരും പൂർണ്ണരല്ലെന്ന് ഓർക്കുക. ഇന്ന് രാവിലെ 10 മണി മുതൽ 11 മണി വരെയുള്ള സമയം നിങ്ങളുടെ മുൻഗണനകൾ തീരുമാനിക്കാൻ ഉപയോഗിക്കുക. കാരണം ഇതാണ് നിങ്ങളുടെ ദിവസത്തിലെ ഏറ്റവും ഭാഗ്യകരമായ സമയം. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം ഇന്ന് ഇളം നീല നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഈ വർഷം ശനിഗ്രഹത്തിന്റെ തീവ്രത കുറയ്ക്കാൻ
നിങ്ങളുടെ അടുത്ത് ഒരു വിശുദ്ധ വസ്തുവോ യന്ത്രമോ സൂക്ഷിക്കുക. പരിഹാരം: ഇന്ന് വീട്ടിൽ ഒരു പോഷകസമൃദ്ധമായ ഭക്ഷണം പാകം ചെയ്യുക. ഇത് നിങ്ങൾക്ക് മാനസിക സമാധാനം നൽകും.